ഇന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് ബെൻസിത്താടെ വീട്ടിലാണ് കേട്ടോ കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇതേ നിധിക്കുട്ടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് കയ്യിൽ പിടിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സമയം ഇക്കക്കമാരുടെ കൂടെ ഓടുന്നുണ്ട് കേട്ടോ. അവന്മാരുടെ പുറകെ ഓടാനും അവരുടെ കൂടെ കളിക്കാനൊക്കെ ആയിട്ടോ ഇപ്പോൾ ആൾ. അപ്പോൾ ഇതേ ഫവാസ് അവൾക്ക് എന്തോ കഴിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നമ്മളിതേ ഷവായാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഭാഗം ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ അളിയനാണല്ലോ പിന്നെ നമ്മുടെ മെയിൻ കുക്ക്. അപ്പോൾ ഇതേ അത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം നമ്മളിതേ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് വെന്ത് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നമ്മൾ പാനിലേക്ക് എടുത്തിട്ട് പിന്നെ അതിൻ്റെ അകത്ത് ആ ഒരു ഗ്രേവി വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ബെൻസിത്തായും ഹെൽപ്പ് ചെയ്യാനുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് അളിയൻ പോയിട്ട് വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് വന്നു. ഇക്ക പോയിട്ട് പൊറോട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. സൈഡിൽ കൂടെ ഓരോതൊക്കെ സെറ്റ് ആകുന്നുണ്ട്. നിധിമോൾ അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോയിട്ട് സംഭവം എല്ലാം റെഡി ആയതിനു ശേഷം ആദ്യം ഒരു പാത്രം വെച്ചു. അതിൻ്റെ മേളിൽ വാഴയില വെച്ചു. പിന്നെ ചിക്കൻ അതിലേക്ക് എടുത്തിട്ട് ആ ഒരു ഗ്രേവിയൊക്കെ അതിൻ്റെ മേളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ കാണുന്നത്. എന്നിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. സംഭവം ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.